അവസാനം മോദി സറണ്ടേഡ്. ഇതാണ് ഞാൻ പറഞ്ഞ നരേന്ദ്ര സറണ്ടേഡാണ്. അമേരിക്കയുടെ മുമ്പിൽ പോയി കാലെ പിടിച്ചു, കംപ്ലീറ്റ് ആയിട്ട് കാലെ പിടിച്ച് സറണ്ടർ ചെയ്ത പോലെ ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ജനരോക്ഷം അതിൻ്റെ മുമ്പിൽ മോദി സറണ്ടറായി. ഇന്നലെ രാത്രി 12 മണിക്ക് മോദി പ്രഭാഷണം നടത്തുകയാണ്, സെൽഫി എടുത്തിട്ട്. അതായത് ചെറുപ്പക്കാരോട് പറയുകയാണ്, മനസ്സിലാക്കുക, ഇതല്ലേ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗോദി മീഡിയ പറയുന്നതും BJP സോഷ്യൽ മീഡിയ പറയുന്നതും മുഴുവനും ജനം തള്ളിക്കളഞ്ഞു. ഇതാ അതിൻ്റെ കാരണം. അപ്പോൾ അർണബ് ഗോസ്വാമി ഉൾപ്പെടെ ഇന്ത്യയിലെ അംബാനി, അദാനി, മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ നടത്തുന്ന ഗോദി മീഡിയ, അതായത് മോദിയുടെ മീഡിയ, ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഈ സമരത്തെ പൊളിക്കും, ഇത് അനീതിയാണ്, മാടയാണ്, കോടയാണ്, മോഡി അതിനേക്കാളൊക്കെ വലുതാണ്, ഒരു ചർച്ചയ്ക്കും പോണ്ട. ഗവൺമെൻറ് പോലും സിമ്പിൾ ഒരു ചർച്ചയ്ക്ക് ആദ്യം പോയില്ല. ഈ CJPക്കാർ പറയുന്നുണ്ട്, ഒരു ചർച്ചയ്ക്ക് വിളിക്ക്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഇതിനൊരു ആൻസർ തരിക. അതിന് പോലും തയ്യാറായില്ല. അവസാനം ഇന്നലെ 2 ദിവസമായിട്ട് 4 പ്രാവശ്യം ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിക്കുന്നു. CJP റെഫ്യൂസ് ചെയ്യുന്ന ആ സമയത്തും ഗവൺമെൻറ്റിൻ്റെ, അതായത് JP നഡ്ഡ ആരോഗ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞത് ഇവിടെ പോയിരുന്ന് ചർച്ച ചെയ്യുക, അയാളുടെ വീട്ടിലോ ഓഫീസിലോ വരിക, ചർച്ച ചെയ്യുക. അതും അവർ റിജക്റ്റ് ചെയ്തു. അവസാനം മോദി പോയി സറണ്ടർ ചെയ്യേണ്ട രീതിയിലോട്ടായി. അവസാനം ന്യൂട്രലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്, വിട്ടൽ ഭായ് പട്ടേൽ ഹൗസ്, അവിടെ 2 മന്ത്രിമാർ വന്നു ചർച്ച ചെയ്യുന്നു. അവസാനം 24 മണിക്കൂർ അവർക്ക് കൊടുക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിയുടെ കാര്യത്തെപ്പറ്റി അറിയിക്കാൻ, ബാക്കിയുള്ള ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ മോദി എന്ന് പറയുന്ന അയാൾ ഈ ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററായിട്ട് ആ രീതിയിൽ ഇവിടെ ഈ ഹിന്ദുത്വ ഗ്രൂപ്പുകളെ വെച്ച്, അതേപോലെ തന്നെ ചിലർക്ക് ഗോദി മീഡിയ വെച്ച് ഗെയിം കളിച്ചങ്ങ് സക്സസ് ആക്കാൻ ഉദ്ദേശിച്ചു. അതാണ് പറഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പറ്റി ഈ ഉണ്ണാക്കന്മാർക്ക് ശരിക്കും അറിയത്തില്ല. ഇലക്ഷന് വോട്ടെല്ലാം കിട്ടി ജയിച്ചു. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങളെന്ന് പറയുന്ന, യുവാക്കളെന്ന് പറയുന്നത് നാളത്തെ തലമുറയാണ്. ഇന്ത്യയിലെ ജെൻസി എന്ന് പറയുന്നതിനെ പറ്റി പിടികിട്ടിയിട്ടില്ല എന്തുവായി സംഭവം എന്ന്. 2 ലാത്തി ചാർജും പോലീസ് ലാത്തി ചാർജും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതങ്ങ് പോകുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇതങ്ങ് പടർന്നു സംഭവം. അതായത് ഈ കാട്ടുതീ പോലെ അങ്ങായി സംഭവം. ഈ പറയുന്ന മോദി പറയുന്ന എല്ലാം തള്ളി ദൂരെ കളഞ്ഞു. കാരണം 1% പോലും മോദിയെ വിശ്വാസമില്ലാതായി. കാരണം ഞാൻ 2-3 പ്രാവശ്യം ഈ പറയുന്ന അജിറ്റേഷൻ നടക്കുന്നിടത്ത് പോയപ്പോഴേ ഈ ധർമ്മേന്ദ്ര പ്രധാനേക്കാൾ ആൾക്കാർ തെറി വിളിക്കുന്ന സ്ലോഗനിൽ മോദിയാണ് തെറി വിളിക്കുന്നത്. അതായത് മോദിജി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടർ അവിടെ മോദിയെ പച്ച തെറി വിളിക്കുന്നു. കാർട്ടൂണുകൾ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ ഒഴുകുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഗവൺമെൻറ്റിന്. ക്രാക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു, പല ആവർത്തി ശ്രമിച്ചു. പിന്നീടും അത് ഒരു പുല്ലും ഒന്നും നടക്കുന്നില്ല. ആളുകളും ചെറുപ്പക്കാരും അതിൻ്റെ അകത്ത് ഒഴുകുകയായി. അതായത് ഗവൺമെൻറ് പെലറ്റ് ഗൺ, അതായത് അതുവരെ ഇല്ലീഗലാണത്, യൂസ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ യൂസ് ചെയ്തു. എത്രയോ കുട്ടികൾ ഇഞ്ചുവേർഡായി. പല കുട്ടികളെ പറ്റി വിവരം പോലുമില്ല. ചില കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു. അതിനെപ്പറ്റിയും ഗവൺമെൻറ് ഒന്നും പുറത്ത് പറയുന്നില്ല. ഈ ഒരു സന്ദർഭത്തിലോട്ടാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, മോദി എന്ന് പറയുന്നത് ഈ വലിയ ബ്രെയിനി ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ അല്ല. ഒരു ചായക്കടക്കാരൻ്റെ ബുദ്ധി എത്രയാണ് അത്രയേ ഉള്ളൂ അയാൾക്ക്. അല്ലെങ്കിൽ ഇന്ത്യയുടെ യുവാക്കളും യുവജനങ്ങളും അവരുടെ ഡിമാൻഡ് വളരെ റീസണബിളാണ്. ഇതേപോലെ എക്സാമിനേഷൻ നടത്താൻ പറ്റത്തില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചവർ മുഴുവനും BJPയുടെ സപ്പോർട്ടേഴ്സ് അല്ലെ, പിന്തുണയ്ക്കുന്നവരാണ്. എന്ത് നടപടിയാണ് ഗവൺമെൻറ് എടുത്തത്? എന്തുകൊണ്ടാണ് 24 മണിക്കൂറിനുള്ളിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു തുണ്ട് കടലാസ് പോലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വന്ന് അയാളും മുഴുവനും മാറ്റി പറഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തോട് കളിക്കരുത്. ഇത് ഇറാനോ പാകിസ്ഥാനോ മറ്റുള്ള ഇസ്ലാമിക രാജ്യമൊന്നും അല്ല. ഈ പറയുന്ന ചെറിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യമൊന്നും അല്ല.
ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യം എന്താണെന്നറിയാം. അതിനെ തകർക്കാൻ മോദിയെ നല്ല ആര് വിചാരിച്ചാലും, ഇവിടുത്തെ ഏത് ഗോതി മീഡിയ വിചാരിച്ചാലും അതിനെ തച്ച് തകർക്കും. അതവർ കാണിച്ചു കൊടുത്തു. ഏറ്റവും കൂടുതൽ ഹിന്ദു ബിലീവേഴ്സ് തന്നെയാണ് 95% ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അത് ഇന്ത്യ മുഴുവനും അങ്ങോട്ട് പടർന്നു കഴിഞ്ഞപ്പോൾ കാര്യം അങ്ങ് പിടികിട്ടി. അതായത് മോദി തെറിക്കും. എന്താണ് CJP കൊടുത്ത വാണിങ്? 24 മണിക്കൂറിനുള്ളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ മോദിയുടെ രാജി ആവശ്യപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞില്ല, സംഭവം അങ്ങോട്ടാണ് തിരിയുന്നത്. ഇത് മോദിക്കെതിരെയാണ് തിരിയുന്നത്. ഇപ്പോഴാണ് ഗവൺമെൻറ്റിന് പിടികിട്ടിയത്. അവരുദ്ദേശിക്കുന്ന ട്രാക്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ, അവരുടെ ഹാൻഡിലേഴ്സും ഗോതി മീഡിയ, അവരൊന്നും വിചാരിച്ചാൽ ഒരു പുല്ലും നടക്കത്തില്ല. കാരണം ജനങ്ങൾക്ക് അവരെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അവിടെയുള്ള ഇതേപോലെയുള്ള ഷെയ്ഖ് ഹസീനെ പിന്തുണയ്ക്കുന്ന മീഡിയ മുഴുവൻ അവർക്ക് അനുകൂലമായിട്ട് നിന്നു, സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് അനുകൂലമായിട്ട് നിന്നു. പക്ഷേ അവിടെയുള്ള ചെറുപ്പക്കാരൻ ഇളകി എന്ന് പറയാൻ ഇളകി. പിന്നെ പോലീസ് ഫയറിങ്ങും അതും ഇതിലും ആ സംഭവത്തിലോട്ടങ്ങ് പോയി. എന്നിട്ടവർ രാജ്യം വിടേണ്ടി വന്നു. ഇത് തന്നെയാണ് നേപ്പാളിൽ സംഭവിച്ചത്. അവിടുത്തെ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്ന മീഡിയ, അതേപോലെ സോഷ്യൽ മീഡിയ, അവരെല്ലാം ഗവൺമെൻറ്റിനെ പിന്തുണച്ചു. പക്ഷെ ജനരോക്ഷം ആളിക്കത്തുകയായിരുന്നു. അത് ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്നുള്ള പേടിയായി. കാരണം തൊട്ടടുത്തുള്ള ഈ ബീഹാറിൽ, അതിൻ്റെ ബോർഡറായി കിടക്കുന്ന ബീഹാറിൽ, അവിടെ പല സിറ്റികളിലും പ്രശ്നമായി. അതായത് ഗവൺമെൻറ്റിനെതിരെ, മോദിക്കെതിരെ തിരിയുന്നു. ഇവരെല്ലാം മോദി ഭക്തർ പെട്ടെന്ന് ആൻറ്റി മോദിയായി പച്ചത്തെറി പറയാൻ തുടങ്ങി. കാരണം ലാത്തി ചാർജ്, അതായത് അമിത്ഷാ കാണിച്ച ഭൂലോകം ബ്ലണ്ടർ. ഒരു കാരണവശാൽ ഈ സമാധാനമായിട്ട് പ്രക്ഷോഭം നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു, അവർക്കെതിരെ ഇതേപോലെ ക്രൂരമായ ബ്രൂട്ടൽ ലാത്തി ചാർജ് ചെയ്തു കഴിഞ്ഞാൽ സംഭവം അതുകൊണ്ടൊന്നും നിൽക്കത്തൊന്നുമില്ല. ഇനി ഡൽഹിയിൽ ഇത് ക്രാക്ക് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റുള്ള സിറ്റികളിലുണ്ടാകും. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ബ്ലണ്ടർ അടിക്കാൻ തുടങ്ങി. അവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. ഇത് ഇന്ത്യക്കാർ നോക്കി നിൽക്കുമോ? ഇതൊക്കെ ചുമ്മാതെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻറ്റിമിഡേഷനാണ്. ഏതെങ്കിലും രീതിയിൽ ഇതിനെ തകർക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, ഇന്ത്യയിലെ ചെറുപ്പക്കാർ, ഇന്ത്യക്കാർ ജനാധിപത്യത്തിൽ ജീവിച്ച് വളർന്നവരാണ്. അതാണ് ഇന്ത്യൻ ഫൗണ്ടിങ് ഫാദേഴ്സ് ഇന്ത്യക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അതിനെ ഈ ഹിന്ദുത്വയും ഈ പറഞ്ഞ സംഭവം വെച്ച് തുരങ്കം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ജനം നോക്കി ഓടിക്കുമെന്ന് തന്നെ പറഞ്ഞു. അവസാനം മോദിക്ക് മനസ്സിലായാൽ ഓടേണ്ടി വരും. കാരണം അമിത്ഷായ്ക്ക് മനസ്സിലായി ഓടേണ്ടി വരും. അതുകൊണ്ടാണ് രാത്രിക്ക് രാമായണം സംഭവങ്ങൾ ഓരോന്നായിട്ട് ഇതിനെങ്ങനെങ്കിലും ഒരു പരിഹാരം കാണണം. അതാണ് ചർച്ചകൾ നടത്തുന്നു, കാലെ പിടിക്കുന്നു, അത് ചെയ്യാം, ഇത് ചെയ്യാം, ഓരോന്നായിട്ട് സറണ്ടർ ചെയ്യുകയാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ഇത്രയും വലിച്ചു നീട്ടി. ഈ സമയത്ത് കോക്രോച്ച് ജനതാ പാർട്ടി ഈ സാധനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ BJPക്കാരും RSSകാരും സംഘപരിവാറും അതേപോലെ ചില കേന്ദ്രമന്ത്രിമാരും പറഞ്ഞത്, ഇതിനെ ഞങ്ങൾ ഹിറ്റടിച്ചോടിക്കും, ഞൊട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്ത്യയുടെ ചെറുപ്പക്കാരെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണ്. അവരെ തടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എവിടെ പോയി അണ്ണാ ഹസാരെ? കേജ്രിവാൾ വലിയ പൂജ്യമായി പോയി. അതായത് പുതിയ താരങ്ങളുണ്ടായി. അതായത് അഭിജിത്ത് ദിഗ്തെ അതൊരു പുതിയ താരം തന്നെയാണ്. അതിന് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി കൂടെ വന്നതാണ്. പക്ഷേ ഒരിക്കലും അയാൾ കേജ്രിവാളിൻ്റെ കൂടെ പോകുന്ന ഒരാളൊന്നുമല്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും പിന്തുണ കിട്ടി എന്നുള്ള സത്യമാണ്. അതായത് പുതിയൊരു നേതാവ് ഇന്ത്യയിലുണ്ടായി ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നും. അത് നല്ല എഡ്യൂക്കേറ്റഡ് ആയൊരു പയ്യൻ. അതേപോലെ ചില പിള്ളേർ വളരെ കൃത്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ഗോതി മീഡിയയ്ക്ക് ഞെട്ടലാണ്, BJPയുടെ ആൾക്കാർക്ക് ഞെട്ടലാണ്. വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നു, മറ്റു പല ഭാഷകളിൽ സംസാരിക്കുന്നു. അവർക്ക് വ്യക്തമായ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ട്. ആ മന്ത്രി രാജിവെച്ചേ മതിയാവത്തുള്ളൂ. രാജിവെച്ചില്ലെങ്കിൽ മോദി രാജിവെക്കുക, ഈ ഡിമാൻഡിലോട്ടാണ് പോയത്. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കാം, അവസാനം ഇത് മോദിയെയും കൊണ്ടേ പോകൂ. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് അതിമനോഹരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പ്രൊട്ടസ്റ്റ് നടത്തി, ഗവൺമെൻറ് അനാവശ്യമായിട്ട് ലാത്തി ചാർജ് ചെയ്തു, കുട്ടികളെ ബ്രൂട്ടലായിട്ട് തല്ലി പോലീസിനെ കൊണ്ട് തല്ലിപ്പിച്ചു, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൊണ്ട് തല്ലിപ്പിച്ചു. അവസാനം എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? മോദിയുടെ വെടി തീരുകയാണ്.
എവിടെ പോയി നരേന്ദ്രമോദിയുടെ ഇമേജും മണ്ണാങ്കട്ടയൊക്കെ വെടി തീർന്ന നാശമായിപ്പോയി കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ചായയും വിറ്റ് കിടന്ന മോദിയുടെ ബുദ്ധിയും യുക്തിയും എന്നുള്ളത് ഇന്ത്യക്കാർക്കും ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കും പിടികെട്ടി ഉറപ്പായിട്ടും അത് കൺവേർട്ട് ചെയ്യും. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് ആവശ്യമായിരുന്ന ഈ പ്രൊട്ടസ്റ്റ്, ഇന്ത്യയിൽ ജനാധിപത്യം വീണ്ടും തിരിച്ചു വരികയാണ്. മോദിയുടെ ആധിപത്യം ഇല്ലാതാക്കി നശിപ്പിച്ച് ദൂരെ കളഞ്ഞു. അതായത് CJP കൊണ്ടൊരു മെസ്സേജ് ഉണ്ട്. അതായത് മോദി ഇവിടെ ഒന്നുമല്ല, ഇന്ത്യൻ ജനതയെ, ഇന്ത്യൻ യുവത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീകം. അതവർ ഈ സമരത്തോടു കൂടി BJPയുടെ